നമ്മുടെ മനസ്സെപ്പോഴും ഒന്നിലും ഉറച്ചു നിൽക്കില്ല. അതാണ് മനസ്സിൻ്റെ പ്രത്യേകത. നമ്മുടെ മനസ്സിലേക്ക് കയറി വരുന്ന ചിന്തകളുടെ പിന്നാലെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും കുറച്ചു നേരം. അത് കഴിഞ്ഞാൽ അടുത്ത ചിന്ത, അത് കഴിഞ്ഞാൽ അടുത്ത ചിന്ത, അങ്ങനെ ഒന്നിലും ഉറച്ചു നിൽക്കാതെ ഒരു ദിവസത്തിൽ നമ്മളിലേക്ക് നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഒരുപാട് ചിന്തകളാണ്, കുറച്ച് ചിന്തകളൊന്നുമല്ല. അപ്പോൾ ഈ ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലൂടെ കടന്നു പോകുന്നതിനെ ഒരു കാര്യത്തിൽ മാത്രമാക്കി ശ്രദ്ധിക്കുക. അത് ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയുമെങ്കിൽ ഒരു ദിവസത്തിൽ 100% നമ്മുടെ ചിന്തകൾ പോകുമ്പോൾ അതിലൊരു 80%, ഒരു 70%, 80%-ൻ്റെയും ഇടയിലുള്ള അത്രയും ഒരേ കാര്യത്തിന് വേണ്ടി നമ്മൾ ചിന്തിച്ചാൽ നമ്മുടെ ആ കാര്യം നടക്കും. തീർച്ചയായിട്ടും നടക്കും. നമ്മുടെ മനസ്സിന് അത്രയും ശക്തിയുണ്ട്. കാരണം അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ അതിന് വേണ്ട കാര്യങ്ങളായിരിക്കും പിന്നീട് നമ്മൾ തുടർന്ന് ചെയ്യുക. കാരണം എപ്പോഴും നമ്മുടെ ചിന്തയിൽ അതാണ്. ഇപ്പം നടന്നുകൊണ്ടിരിക്കുക അങ്ങനെയല്ല. ഒരു ദിവസത്തിൽ പല പല ചിന്തകൾ, ഒന്നിലും ഒരു ഉറച്ചു നിൽക്കുന്നില്ല. എന്ത് കണ്ടോ കണ്ടതിനെക്കുറിച്ച്, അതിനെക്കുറിച്ച്, ഇതിനെക്കുറിച്ച്, ഇങ്ങനെ ഒരു ദിവസത്തിൽ 60,000-ൽ മേലെ ചിന്തകൾ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. അത്രയും ചിന്ത മാറി മാറി, ഒരേ ചിന്തയല്ല. അപ്പോൾ അത്രയും പോകുന്ന ചിന്തകളെ നമ്മൾ ശക്തമായിട്ട് ഒന്നിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുമ്പോൾ നമുക്ക് ആ കാര്യം വളരെ ഈസി ആയിട്ട് നടക്കും. ആ കാര്യം നടക്കാതിരിക്കില്ല. അങ്ങനെയാണ് ഇപ്പോൾ ഒരു വീട്ടിലൊരു വിവാഹം ഉറപ്പിച്ചു, അല്ലെങ്കിൽ ഒരു വീട് പണി നടക്കുന്നു. അങ്ങനെ മെയിൻ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ നടക്കുമ്പോൾ ആ വ്യക്തിയുടെ, അത് ചെയ്യുന്ന വ്യക്തിയുടെ ചിന്ത ആ ഒരു വിഷയത്തെക്കുറിച്ചായിരിക്കും ഒരു ദിവസം മുഴുവനും. അതിൽ ഒരു 80% ചിന്തയും ആ വിഷയത്തെക്കുറിച്ചായിരിക്കും. അപ്പോഴാണ് അത് കയ്യിൽ പൈസ ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും അത് നടക്കുന്നത്. അതേപോലെ തന്നെ വീട് പണിയാണെങ്കിലും നിങ്ങൾ കേട്ടിട്ടില്ലേ, വീട് പണിയാൻ തുടങ്ങുമ്പോൾ കയ്യിൽ പൈസ ഒന്നും ഉണ്ടായില്ല, പിന്നെ പണി തുടങ്ങിയപ്പോൾ അതങ്ങനെ അങ്ങോട്ട് നടന്ന് കിട്ടിയെന്ന് പറയും ചില ആളുകൾ. അത് എന്താ വെച്ചാൽ എപ്പോഴും ഒരു ദിവസത്തിൽ ഒരു 80% അതിനെക്കുറിച്ചായിരിക്കും ആ വ്യക്തിക്ക് ചിന്ത. എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, എന്താണ്, അതിനെന്താ വഴി. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളും വഴികളും മുന്നിൽ വന്നുകൊണ്ടിരിക്കും. നമുക്ക് അത് കാണാൻ പറ്റും. അതിപ്പോൾ ഒരു വിവാഹം ഉറപ്പിച്ചാലും അങ്ങനെ തന്നെ. അപ്പോൾ അങ്ങനെ അത് നമുക്ക് അത്യാവശ്യ ഘട്ടങ്ങളിലാണ് നമുക്കങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായാൽ. അതില്ലാതെ എപ്പോഴും നമ്മുടെ മനസ്സ് അതേപോലെ നമുക്ക് സ്ട്രോങ് ആക്കി നിർത്താൻ കഴിയുമെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ ജീവിതത്തിൽ പിന്നെ വിജയം മാത്രമായിരിക്കും. നമുക്ക് ആവശ്യമുള്ള കാര്യത്തിലേക്ക് മാത്രം നമുക്ക് ചിന്തിക്കാൻ കഴിയുമെങ്കിൽ അതിനെയാണ് ശക്തമായ മനസ്സ് എന്ന് പറയുന്നത്. മനസ്സ് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്ന അവസ്ഥ. കാരണം നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അതിനെക്കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുന്നു. അപ്പോൾ നമുക്കത് നമ്മളിലേക്ക് വരുന്നു. ഇത് നമ്മൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലാവും പല വഴക്കും, അങ്ങോട്ട് വഴക്കിടുന്നു, ഇങ്ങോട്ട് വഴക്കുന്നു, അടി, ഇതൊക്കെ കണ്ട് അതിനെക്കുറിച്ചായിരിക്കും നമ്മൾ ചിലപ്പോൾ കുറച്ച് നേരത്തിന് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ അത് നോക്കിയിരിക്കുകയായിരിക്കും. അപ്പം നമ്മളുടെ ചിന്ത മറ്റാവശ്യങ്ങൾക്ക്, ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ചിന്തകൾ പോകുന്നത്. ചിന്തകൾ ഊർജ്ജമാണ്. അതാണ് നമ്മളിലേക്കും തിരിച്ചു വരുന്നത്. നമ്മൾ പുറത്തേക്ക് വിടുന്ന ഊർജം പ്രപഞ്ചത്തിലേക്ക് പോയി അത് നമ്മളിലേക്ക് അതിൻ്റെ ഫലവുമായി തിരിച്ചു വരുന്നു. നമ്മളധികം ഈ വഴക്കും അങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങളും കാണുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അധികവും അത് തന്നെയാണ് സംഭവിക്കുക. കാരണം അത് തന്നെ നമുക്ക് തിരിച്ചു വരുന്നത്. വേറൊന്നും വരാനില്ല. നമ്മൾ വേറൊന്നും ചിന്തിക്കുന്നില്ല. നല്ലതായ കാര്യങ്ങൾ, നമുക്ക് നല്ലത് സംഭവിക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ നേരം വെളുത്താൽ ചെയ്യുന്നത് അധികവും മറ്റുള്ളവരുടെ കുറ്റങ്ങളും പ്രശ്നങ്ങളുമാണ് നമ്മൾ അറിയുന്നത്. അല്ലെങ്കിൽ അവിടെ പ്രശ്നം, ഇവിടുത്തെ കാര്യങ്ങൾ, അവിടെ അടി ഉണ്ടായി, ഇവിടെ പ്രശ്നങ്ങളുണ്ടായി, ഇതാണ് നമ്മൾ കേൾക്കുന്നതും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതും. ഇനിയിപ്പോൾ സോഷ്യൽ മീഡിയ വാർത്തകളാണെങ്കിലും ശരി, അതിലൊക്കെ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നില്ല. അത് വളരെ അപൂർവമേ ഉള്ളൂ. ഒക്കെ പ്രശ്നങ്ങളുണ്ടായതും പ്രശ്നങ്ങളെക്കുറിച്ച് മാത്രമാണ് എവിടെയും കേൾക്കുന്നത്. അതുകൊണ്ട് എപ്പോഴും അത് തന്നെ നമ്മൾ പുറത്തേക്ക് വിടുന്ന ചിന്ത അത് തന്നെ നമ്മളിലേക്കും വരുന്നത്. അപ്പം നമുക്ക് ആ മനസ്സിനെ അതിൽ നിന്നെല്ലാം പിന്മാറ്റി നമുക്ക് ശക്തമായ മനസ്സ് നമുക്ക് നേടാൻ കഴിയുമെങ്കിൽ, നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമുക്കതിനെ കൺട്രോൾ ചെയ്ത് നിർത്താൻ കഴിയുമെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം സുന്ദരമായിട്ട് അത് വിജയിപ്പിക്കാൻ പറ്റും. അതിന് നമ്മൾ സ്ഥിരമായിട്ട് മെഡിറ്റേഷൻ ചെയ്യണം. അതല്ലാതെ നമുക്കത് കഴിയില്ല. ഒരു ദിവസം 2 ദിവസമൊക്കെ, ഒരു 2 ദിവസം പോലും പറ്റില്ല. മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ അത് സ്ഥിരമായിട്ട് നമുക്ക് തുടർന്ന് കൊണ്ടുപോയി ഒരു മാസം മെഡിറ്റേഷൻ ചെയ്ത് വരുമ്പോഴേക്കൊക്കെ നമുക്കത് ക്ലിയറാക്കി കൊണ്ടുവരാൻ പറ്റും. പിന്നീട് അങ്ങ് വിജയിക്കാൻ പറ്റും. മനസ്സ് നമ്മുടെ കൺട്രോളിൽ നിൽക്കും. നമ്മളെന്ത് പറയുന്നോ അതേ മനസ്സ് ചിന്തിക്കൂ.
നമ്മളെന്താഗ്രഹിക്കുന്നു അതേ മനസ്സ് ചിന്തിക്കാൻ മനസ്സിന് കഴിയും. അതുപോലെ ആക്കിയെടുക്കണം നമ്മുടെ മനസ്സ്. അത് ചെയ്താലേ നമുക്കത് ജീവിതത്തിൽ തന്നെ വിജയിക്കാൻ പറ്റും. അല്ലെങ്കിൽ കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യണം. മെഡിറ്റേഷനെ കുറിച്ച് ഒരുപാട് വീഡിയോസൊക്കെ കിട്ടും, യൂട്യൂബിൽ തന്നെ കിട്ടും. അതൊക്കെ നല്ലത് ഏതാണെന്ന് തിരഞ്ഞെടുത്ത് അത് ചെയ്യുക. ഇനി എന്തെങ്കിലുമൊക്കെ അതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് ഇട്ടാൽ അതിൻ്റെ സംശയം ഞാൻ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നല്ല മെഡിറ്റേഷനുള്ള ഏതെങ്കിലുമൊക്കെ വീഡിയോ നോക്കിയെടുത്ത് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കാൻ പറ്റും. അതല്ലെങ്കിൽ എന്നും ഈ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളിലും ഇടയിൽ കിടന്ന് ഒരു ദിവസം ചിലപ്പോൾ ഒരു നല്ല ദിവസം വരും, ബാക്കി കുറേ ദിവസം മോശമായി പോവും. എന്നും പ്രശ്നങ്ങളിൽ കൂടെ കിടന്ന് വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും, സാമ്പത്തിക പ്രയാസം എല്ലാം കൂടി. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാം ശ്രദ്ധിക്കുക, ഇത് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക. അതിന് നിങ്ങൾ തയ്യാറാവുക, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തയ്യാറാവുക. അപ്പോൾ നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.